ഇന്നത്തെ വചനം വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം 5 തിരുവചനം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. ഈ വചനത്തിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ കർത്താവ് സകലതും നവീകരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളെ, തലമുറയെ, തൊഴിൽ മണ്ഡലങ്ങളെ, ജീവിതത്തിന് എല്ലാ സാഹചര്യങ്ങളെയും നവീകരിക്കുവാനുള്ള മുന്നറിയിപ്പാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. പ്രിയ സഹോദര സഹോദരി, ഇത് നവീകരണത്തിനുള്ള സമയമാണ്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരാ. കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ പണിയുമ്പോഴാണ് ദൈവിക നന്മകൾ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ ഇടയിൽ അനേകർ ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. പലവിധ തകർച്ചകൾ മൂലം, സാമ്പത്തികമായി, ബിസിനസ്സിൽ, ജോലി മേഖലയിൽ, കുടുംബജീവിതത്തിൽ, പലവിധ മണ്ഡലങ്ങളിൽ നിരവധിയാർന്ന തകർച്ചകൾ മൂലം നട്ടം തിരിയുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ആരു തന്നെയാകട്ടെ, കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ, സകല പാപങ്ങളെയും വിട്ടുകളഞ്ഞ് നവീകരണത്തിൻ്റെ ജീവിതം നയിക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. ഞാനൊരു ഭംഗിവാക്ക് പറയല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ തയ്യാറാകുക. അത്ഭുതത്തിൻ്റെ പൊട്ടിത്തെറികളാൽ പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നയിക്കുന്നത് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നവീകരിക്കുവാൻ ഞങ്ങൾ അങ്ങേ വിളിക്കുകയാണ്. കർത്താവേ വരണമേ, കർത്താവേ വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ, കുടുംബത്തിലേക്ക് വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, പലവിധ അടിമത്വങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ വിമോചിപ്പിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകി നവീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, റിനീവിംഗ് സ്പിരിറ്റായി 10,000 കത്തി ജ്വലിക്കണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ വചനത്തിൻ്റെ അത്ഭുത കൃപയാൽ നമ്മെ നവീകരിക്കുന്നവനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.